നമ്മളിപ്പോൾ അവിടെ സ്റ്റേജിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കവാടം. അപ്പോൾ പുളിക്കടത്ത് കുണ്ടട ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ എടപ്പാളിൽ വരുന്നവർക്ക് ലെഫ്റ്റ്, പൊന്നൂരിൽ റൈറ്റാണ്. അപ്പോൾ എല്ലാവരും പിന്നെ വന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്നാൽ സ്റ്റേജിൻ്റെ അടുക്ക് പോവാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ സ്റ്റേജിലേക്ക് പോകട്ടെ. പരിപാടി ഇങ്ങനെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അപ്പോൾ നമ്മളിപ്പോൾ അവിടെ സ്ഥലം പോയി പിടിക്കട്ടെ. പിടിച്ചിട്ട് വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ. 2 മണിക്ക് പോകേണ്ടതാണ്, പക്ഷേ കുറച്ച് നേരം വൈകി. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാ വീഡിയോ നിങ്ങൾ കാണട്ടോ, മറക്കാതെ കാണണം. കാരണം 4 എപ്പിസോഡ് 3 എപ്പിസോഡായിട്ട് വിടുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, മറക്കാതെ കാണണേ. ഓക്കെ, താങ്ക് യു. നമ്മൾ സ്റ്റേജിലേക്ക് പോവാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ വെള്ളംകളി ആരംഭിക്കുകയാണ്. എന്തായാലും 3 മണി എന്തായാലും ആവും. ഒക്കെ നമുക്ക് ഇവിടെ ആസ്വദിക്കുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പൊ 31 ജലരാജാക്കന്മാരും എത്രയും പെട്ടെന്ന് തന്നെ നമുക്കറിയാം, അവരൊക്കെ ഒരേ നിറത്തിലുള്ള ജേഴ്സി ഒക്കെ അണിഞ്ഞ് അവരുടെ ആ വഞ്ചിയെയൊക്കെ അണിയിച്ച് ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ തുടക്കം കുറിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ 31 ജലരാജാക്കന്മാരും എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ പവലിയന് മുന്നില് നമ്മളുടെ ഈ തൂക്കുപാലത്തിന് അവർ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ, മിന്നുന്ന പ്രകടനം കണ്ട് ഒരു മത്സരത്തിന് വേണ്ടി എല്ലാ ജലരാജാക്കന്മാരും എത്രയും പെട്ടെന്ന് തന്നെ ഈ പവലിയന് മുന്നിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അങ്ങ് പോകുന്ന കാഴ്ച കണ്ടുവേണം നമുക്ക്. ഈ രാജാക്കന്മാർ മാത്രമേ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ. എല്ലാ വഞ്ചികളും 32 വള്ളങ്ങളാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജലരാജാക്കന്മാർ മുഴുവനും ഈ പവലിയന് മുന്നിൽ എത്തിച്ചേരും. ഏറ്റവും സുന്ദരമായ അല്ലെ കായൽ കുതിര അങ്ങനെ മന്ദം നീങ്ങുമ്പോൾ എല്ലാ വഞ്ചികളും നമ്മുടെ ഈ പാലത്തിനടിയിലേക്ക് യുവരാജ അപ്പടക്കൊമ്പൻ. ഓക്കെ നിങ്ങള് ഈ ജനങ്ങൾ മുഴുവൻ പാർത്ഥസാരഥി എന്ന് ഉറക്കെ പറയാൻ കഴിയുന്ന വിധത്തിൽ 4 മത്സരങ്ങളിലൂടെ കടന്നാൽ നിങ്ങളുടെ പേര് ഈ കാണികളുടെ മനസ്സിൽ വജ്ര എത്രയും പെട്ടെന്ന് തന്നെ മഹാനായ ഒരു ചക്രവർത്തിയുടെ ജീവത്യാഗത്തിന്റെ സ്മരണബുദ്ധം ശ്രമിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട നന്ദ മുഖ്യ ചുക്കാൻ പിടിക്കുന്ന നമുക്കറിയാം 32 വള്ളങ്ങളുണ്ടെങ്കിൽ കോയിലാളെ ഭട്ടു വേണം കോഴൽ വേണം കാണാൻ
പ്രിയമുള്ളവരെ, നമുക്കറിയാം മത്സരമാകുമ്പോൾ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഒരു ചിന്തയിലല്ല മത്സരത്തിൽ ഏകദേശം ഒരു 400 മീറ്റർ അപ്പുറം അത് പല തർക്കങ്ങൾക്കും ഇടവരും. ആ ട്രാക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞാൽ അത് വലിയ വലിയ വിവാദങ്ങൾക്കൊക്കെ ടൂറിസവുമായി ഇത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പറയുന്ന സമയത്ത് നിങ്ങളൊക്കെ ഇവിടെ വരാതെ എല്ലാ മത്സരാർത്ഥികളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകണം. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നിങ്ങൾ വന്ന് വിവിധമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആ പൈലറ്റിലേക്ക് അത് മാറ്റുക. നമ്മുടെ മന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഹജ്ജ് വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ആദരിക്കുന്നതിന് വേണ്ടി ആവേശത്തിന്റെ അലകളിലേക്ക് ഉയർത്തുന്ന കാൽവടി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകണം. ആദ്യം മേജർ വള്ളങ്ങളുടെ കളിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മേജർ വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നിങ്ങളെ വിവിധമായി അഭ്യർത്ഥിക്കുന്നു. മന്ത്രിക്ക് അതുപോലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കൊക്കെ ഒക്കെ നൽകി ഇഷാന എന്നിവർക്ക് സ്നേഹപൂർവ്വം സംഘാടക സമിതിയുടെ പേരിലുള്ള അദ്വൈതമായ നന്ദി സ്നേഹവും വർഷത്തെ വള്ളംകളി ഏറ്റവും ആവേശത്തോടുകൂടി ആരംഭിക്കട്ടെ. അത് നല്ല രീതിയിലുള്ള സന്തോഷകരമായ സമാപ്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ BM കായൽ ജലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വെള്ളമാണ് അത് ഇറങ്ങിയപ്പോൾ തന്നെ കടവനാട് നമുക്ക് വരെയൊരു ചേർന്നുകൊണ്ട് മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരും. അപ്പോ അതുമതി ഇതല്ലേ ഇത്തരത്തിൽ അവര് അങ്ങനെ മത്സരിച്ച് നമുക്ക് ഒരാൾക്കാരെ കുറച്ചാക്കി കാണാൻ പറ്റില്ല. 3ാം സ്ഥാനത്തെത്താൻ കഴിയുമെങ്കിലും ഈ വർഷം 1ാം സ്ഥാനം കൊണ്ട് മാത്രമേ തൃപ്തിപ്പെടുമെന്ന് ഉജ്ജ്വലമായ ഒരു മത്സരമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ജലറാണി ഇവരെ കാണാൻ, മറ്റുള്ളവരുടെ വേദനകൾ ഉൾക്കൊള്ളാൻ ഈ ട്രാക്കിന്റെ അറ്റത്ത് ആരൊക്കെയോ തുടങ്ങി തുറന്ന് ഇവിടെ കാഴ്ചവെക്കാനായി സാധിക്കുകയും പ്രിയമുള്ളവരെ അത് ആ തടസ്സം എന്ന് നീക്കിക്കൊടുത്ത് നമ്മളിവിടെ നിന്ന് പറയുമ്പോൾ അവർക്ക് മൂത്തമിട്ട് പോകുന്ന ഒരു കാഴ്ച പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവേശത്തോടെ നമ്മൾ കാത്തിരിക്കുന്ന ഇനി സെമി ഫൈനൽ മത്സരങ്ങളുണ്ട്. അതുപോലെ തന്നെ മൈനർ വിഭാഗത്തിൽ നിന്ന് കുത്തിക്കോരി അങ്ങനെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഉജ്ജ്വലമായ ഒരു മത്സരമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ പൊന്നോണ നാളില് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അയ്യടാ പോയടാ എന്ന് പറഞ്ഞ് പുളിക്കക്കടവിന് BM കായലില് കഴിഞ്ഞ 2000 പറയാൻ സാധിക്കില്ലെങ്കിലും കായൽ സൂപ്പർ കടന്നു വരുമ്പോ രണ്ടാമത്തെ ട്രാക്കിലൂടെ ഫിനിഷിംഗ് പോയിന്റിലെ മുത്തമിട്ട് കടന്നു വരുമ്പോ അങ്ങനെ മൂന്നാമത്തെ ട്രാക്കിലൂടെ പാർത്ഥസാരഥി, നമ്മുടെ പ്രിയപ്പെട്ട പാർത്ഥസാരഥി അങ്ങനെ കടന്നുകൊണ്ട് ഈ ട്രാക്കിനെ വട്ടമിട്ട് മുകളിലൂടെ പരുന്തുകൾ പറന്നു പോകുന്നു. എന്തൊരു നിമിഷം പരുന്തുകൾക്ക് പോലും പക്ഷികളുടെ ഭാഗത്തിന്റെ കടന്നു പോകുമ്പോൾ ഇനി ആവേശം നമ്മുടെ സിരകളിലേക്ക് ഇരച്ചു കയറുമ്പോൾ ആരും നമ്മുടെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടരുത്. വാശിയുമൊക്കെ തൽക്കാല നേതൃത്വത്തിൽ ഞാൻ സ്നേഹപ്രദമായി മാറുകയാണ്. BM-ൽ നിന്ന് തൊടുങ്ങനെ കടന്നു വരികയാണ്. ആരാണ് മുമ്പിൽ? ആ വെള്ളക്കുപ്പായമൊക്കെ യുവരാജാവ് അനായ
തലയാട്ടി വിഷമിക്കേണ്ട മക്കളെ, നിങ്ങളൊക്കെ ജലരാജാക്കന്മാരാണ്. എന്തൊരു വീര്യ, എന്തൊരു വാശിയ, എന്തൊരു ഭംഗിയ. ഇവരിങ്ങനെ അമൃത് കഴിച്ചിട്ടുണ്ടോ? ഇവർക്ക് ക്ഷീണമില്ല. ഇവിടെ വീരപുത്രനും അതോടൊപ്പം തന്നെ വടക്കുംനാഥനും കടവനാടനും തമ്മിൽ പരാജയപ്പെട്ടത് എന്ന് ജഡ്ജ്മെന്റ് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ആവേശകരമായിട്ടുള്ള പടക്കൊമ്പൻ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നതെല്ലാം, കണ്ടതെല്ലാം മനോഹരം. ഇനി കാണാൻ പോകുന്നതെല്ലാം അതിമനോഹരമായ വിസ്മയങ്ങൾ തീർക്കുന്ന മത്സരങ്ങൾക്കാണ് ഇനി നമ്മൾ ആവേശമുള്ള കാണികൾ ഉള്ളത് നമ്മുടെ ഈ പൊന്നാനിയിലാണ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കായികം NCBയും ഒക്കെ നമ്മളുടെ ഈ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച കുറെ ദിവസങ്ങളായി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ൊക്കെ നന്നായിട്ട് പറയണമെന്ന് പറഞ്ഞു. കാരണം മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ കണ്ണത്, അമ്മയുടെ വേദന മനസ്സിലാക്കുന്ന ഒരു യുവത്വം ഇവിടെ ഉണ്ടാകുമ്പോഴാണ് ഈ കാലം അതിമനോഹരമുള്ള ഒരു നേർചിത്രമാണ് നമുക്ക് ഈ BM കായലിൽ കാണാൻ കഴിയുന്നത്. ആ തായത്തിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഫൈസലാണ് ടീം മാനേജർ, KVM കബീറാണ് രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത്. ആരാ? കായൽ കൊമ്പന ഫ്രണ്ട്സ് ക്ലബ്ബ് 2024 പടിഞ്ഞാറേക്കരയുടെ 2ഉം 3ഉം പ്രവർത്തനം. ഇതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച കളികള്. ലഗന്റ് വടക്കുമുദ്രയാണ്, കായൽ കൊമ്പനാണ്, ഏത് വെള്ളമാണ്, ഫൈനലിലേക്ക് യോഗ്യത നേടി ഒന്നും പറയാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ടു, ഇതിനും വലിയൊരു കമന്ററി എനിക്ക് പറയാൻ സാധിക്കില്ല. പറക്കുന്നില്ല, അവരങ്ങനെ പറക്കുന്നില്ല, പറഞ്ഞ് അങ്ങനെ പോകുന്നു. തുള്ളിക്കാരനുണ്ട് ഒട്ടുവഹിക്കുന്ന അവരങ്ങനെ മഞ്ഞക്കുപ്പായമൊക്കെ ഇറങ്ങി ബ്രസീലിന്റെ ആരാധകർ. അത് ഒന്നാം സ്ഥാനം നേടുകയും 2023 പടിഞ്ഞാറേക്കരയിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തിട്ടുള്ള ട്രാക്ക് കുറ്റിയിൽ പിടിച്ചു നിൽക്കുന്ന ആ വിജയ കിരീടം ചൂടി എന്ന് നമുക്ക് ഉടൻ രാജ്യത്തിനുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ചങ്ക് പൊട്ടി വലിച്ച് 2 വള്ളങ്ങളും അങ്ങനെ 18 പേര് ഒരു അച്ചുതണ്ടിൽ കൊടുത്ത യന്ത്രം പോലെ അവരുടെ മെഡിക്കോടുകൂടി നല്ല മനസ്സോടുകൂടി ഇവിടെ വെപ്പൻ നമ്മുടെ ഈ BM കായലിലേക്ക് അടിക്കും. ഈ ആവേശകരമായ വള്ളംകളിയുടെ അവസാന ചടങ്ങായ സമ്മാനദാനം ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നാട്ടുകൊമ്പൻ വെള്ളത്തിലുള്ള
ഈ ആവേശകരമായ വള്ളംകളി മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സമ്മാനദാനങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് നമ്മുടെ പ്രിയങ്കരനായ MLA നന്ദകുമാർ സാർ, അതുപോലെ പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ എല്ലാ ജനപ്രതിനിധികളും, നാട്ടുകാരും, അതുപോലെ മാധ്യമപ്രവർത്തകരും, BBRC, അതുപോലെ തന്നെ ഈ സൗണ്ട് കൊടുത്തവരും, പബ്ലിസിറ്റി, അനൗൺസ്മെന്റ്, റഫറി, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.